മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി എൻജിൻ വർക്കായിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 1 ഇയർ വാറണ്ടി നിലവിലുണ്ട് ചെയ്ത വർക്കിന്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3 സർവീസും ഒരു ഓയിൽ ചേഞ്ചും ഫിൽട്ടർ ക്ലീനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനുള്ളിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചേക്കണം. ഇപ്പോൾ ഓയിൽ പുതിയ ഓയിലാണ് എങ്കിൽ കൂടി നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ 66,875 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് നിലവിലൊരു 1000 കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വൺ അപ്പോൾ ചെയ്യണം. ഒന്നുപോലെ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം. അതിനകത്ത് ഏതാണ് ഓട്ടം കൂടുതലുള്ള വണ്ടിയാണ് ഈ 1000 കിലോമീറ്റർ പെട്ടെന്ന് വരും. ഓട്ടം കുറവാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ഒരു മാസം മാക്സിമം ഉപയോഗിക്കാം. അതിനുശേഷം കൊണ്ടുവന്ന് എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ട്യൂണിങ്ങോ കാര്യങ്ങൾ എഞ്ചിൻ ട്യൂണിങ്ങൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓയിൽ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു മാസം നമ്മൾ പറയണത്. അതിന് ശേഷം പിന്നെ ഓരോ 4 മാസം കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ സർവീസ് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ 3 സർവീസും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ഡാറ്റ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും എൻജിൻ സംബന്ധമായിട്ടൊക്കെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ആവുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് തരാം. ഓക്കെ. പിന്നെ നമ്മൾ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ടയർ വളരെ മോശമാണ്. ഫ്രണ്ട് ടയറിനൊക്കെ ഒട്ടുമില്ല, തീരെ കട്ട കുറവുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷിവറിങ് കാണിക്കുന്നുണ്ട്. നല്ലോണം വെട്ടറുണ്ട്. നമ്മളിപ്പോൾ ഒരു കൈയൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് വിടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ വെട്ടി കയ്യിൽ നിന്ന് പോകുന്നുണ്ട് വണ്ടി. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ബാക്കിലത്തെ ടയറും മോശമാണ്. ഈ 2 ടയറിൻ്റെ കേസ് ഒന്ന് താമസിയാണ്ടൊന്ന് പരിഗണിച്ചേക്കണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ട് വണ്ടി ഓടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അത് യൂസ് ചെയ്യുമ്പോഴും സാപ്പർ മോഡൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കട്ട കൂടുതലുള്ളത് മേടിച്ചിടരുത്. നമുക്കിപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിൻ്റെ ഡിസൈൻ അതാണ് ശരിക്കും ആ പറയുന്ന മോഡൽ. അത് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ബില്ല് അയക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളും. വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.